നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ യോഗ പരിശീലനം പൂർവാധികം ശക്തിയായി നടന്നിട്ടുണ്ട്. ഓക്കെ, മുമ്പ് ചെയ്ത പ്രാണായാമത്തോടൊപ്പം ആസനത്തോടൊപ്പം 1-2 പുതിയതും കൂടെ കാണിക്കാം. ലൂസണിങ് എക്സസൈസ് ആരംഭിച്ച് ശവാസനത്തിൽ അവസാനിപ്പിക്കാം. കഴുത്തിൻ്റെയും കൈകളുടെയും ലൂസണിങ് എക്സസൈസ് ഇന്ന് കാണാം. അതോടൊപ്പം മുമ്പ് ചെയ്ത പ്രാണായാമങ്ങളും 2 ആസനങ്ങളും സമയം പോലെ കാണിക്കാം. നേരെ ഇരിക്കാം. ശ്വാസം പൂർണ്ണമായി ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് തട്ടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പരമാവധി പുറകിലേക്ക് കൊണ്ടുപോവാം. ബലം പ്രയോഗിക്കാൻ പാടില്ല. സ്വാഭാവികമായ രീതിയിൽ പുറകോട്ട് കൊണ്ടുപോവാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഇവിടെയും ബലം പ്രയോഗിക്കാൻ പാടില്ല. സ്വാഭാവികമായ രീതി മാത്രം. ശ്വാസം എടുക്കുന്നു, മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കുന്നു, മുകളിലേക്ക് പോകുന്നു. ശ്വാസം വിട്ട് താഴെ വരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുഖം കൊണ്ടുവരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വലതു ഭാഗത്തേക്ക് തലതിരിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം എടുത്ത് ഇടതുഭാഗത്തേക്ക് തിരിച്ചു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വലതു ഭാഗത്തേക്ക് തിരിച്ചു. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുഭാഗത്തേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ. ഒന്നുകൂടെ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വലതു ഭാഗത്തേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുഭാഗത്തേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ. ശ്വാസം എടുത്തുകൊണ്ട് വലതു ഭാഗത്തേക്ക് തലചിരിക്കുകയാണ്. ശ്വാസം എടുത്ത് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്. ശ്വാസം എടുത്ത് നേരെ. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ. തല താടി മുട്ടിച്ചു വെക്കുന്നു നെഞ്ചിൽ. ശ്വാസം എടുത്തുകൊണ്ട് വലതു ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നേരെ വെത്തി. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തെ കൂടെ താഴേക്ക് കൊണ്ടുവന്ന് താടി നെഞ്ചിൽ മുട്ടിച്ചു. ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തേക്ക് തല കറക്കുകയാണ്. പതിയെ നേരെ വന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഇടതുവശത്തെ കൂടെ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവന്നു. ഒന്നുകൂടെ ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തെ കൂടെ തലക്കറക്കി നേരെ വന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്തെ കൂടെ കറങ്ങി വന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്തെ കൂടെ വന്നു. വലതിലൂടെ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇടതിലൂടെ കറങ്ങി വന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വന്നു. സാധാരണ ശ്വാസഗതിയിൽ നേരേക്ക് തല നേരെ വയ്ക്കാം. ബിപിയുടെ പ്രശ്നമുള്ളവർ ഈ ലൂസണിങ് ചെയ്യാൻ പാടില്ല. ശ്വാസം എടുത്തുകൊണ്ട് കൈ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു. കൈയിന്റെ അറ്റം കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇടതു കൈ നേരെ ഇടതു മുട്ടിൽ ചേർത്ത് വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ ഇടതുഭാഗത്തേക്ക്. മുൻപോട്ടോ പുറകോട്ടോ അല്ല, നേരെയാണ് പോകുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്തേക്ക് വീണ്ടും. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വന്നു. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വന്നു. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെക്കാം.
ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ചെവിയിൽ ചേർത്ത് വെച്ച് ശ്വാസം വിടുക. ശ്വാസം ഇട്ടുകൊണ്ട് വലതോട്ട്, ശ്വാസം വിട്ട് നേരെ, ശ്വാസം എടുത്ത് നേരെ ഇടത്തോട്ട്, ശ്വാസം വിട്ട് നേരെ വരാം. ശ്വാസം എടുത്തുകൊണ്ട് ഒന്നുകൂടെ, ശ്വാസം വിട്ട് നേരെ വരാം. ശ്വാസം എടുക്കാം, ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെക്കാം. ഓക്കെ, കൈ നേരെ വെച്ച് വിരലിൽ ശക്തി കൊടുത്തുകൊണ്ട്, ബലം കൊടുത്തുകൊണ്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. ബലം കൊടുക്കുന്നത് വിരലുകൾക്ക് മാത്രമാണ്, മറ്റെവിടെയും ബലം കൊടുക്കുന്നില്ല. ഓക്കെ, മുഷ്ടി ചുരുട്ടി വെച്ചു. ബ്രസ്റ്റ് ഭാഗത്ത് കറക്കുകയാണ്. ഈ രണ്ട് സമയത്തും ശ്വാസം സാധാരണഗതിയിൽ ചെയ്യുന്നു. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഓക്കെ, കാലിന്റെ ഇതേപോലുള്ള ലൂസണിങ് എക്സസൈസ് മറ്റൊരു ദിവസം ചെയ്യാം. ഇടത് കൈ പുറകിൽ കുത്തിവെച്ച് വലത് കൈ ഇടത് മുട്ടിൽ വെച്ച് പതിയെ ഇടതുവശത്തേക്ക് തിരിയാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. ഒന്നുകൂടെ ശ്വാസം എടുത്തുകൊണ്ട് തിരിയാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. ഒന്നുകൂടെ ശ്വാസം എടുത്തുകൊണ്ട് തിരിയാം. ശ്വാസം വിട്ട് നേരെ വരാം. നേരെ ഇരിക്കാം. വലത് കൈപ്പത്തി ബാക്കിൽ കുത്തി വയ്ക്കാം. ഇടത് കൈ വലത് മുട്ടിൽ ചേർത്ത് വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വലതേക്ക് തിരിയുന്നു. ശ്വാസം വിട്ട് നേരെ വരുന്നു. ഒന്നുകൂടെ ശ്വാസം വിട്ട് തിരിച്ചു വന്നു. ഒന്നുകൂടെ ശ്വാസം വിട്ട് നേരെ വന്നു. നേരെ ഇരിക്കുന്നു. ലൂസണിങ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ് എന്നിലൊക്കെ പെടുന്ന ചില സംഗതികളാണ്. അടുത്തതായി പ്രാണായാമത്തിലേക്ക്. ചൂണ്ടുവിരലും നടുവിരലും മടക്കി വലതു മൂക്ക് അടച്ചു വെച്ച് ഇടതു മൂക്കിലൂടെ ശ്വാസം മുഴുവനായും പുറത്തേക്ക് വിട്ട് ശ്വാസം ഇടതിലൂടെ എടുത്ത് ഇടതു മൂക്ക് അടച്ച് വലതു മൂക്ക് തുറന്ന് വലതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. വലതിലൂടെ ശ്വാസം എടുത്ത് വലതു മൂക്ക് അടച്ച് ഇടതിലൂടെ ശ്വാസം പുറത്ത് വിട്ട് ശ്വാസം എടുത്ത് വലതിലൂടെ തുറന്ന് പുറത്തേക്ക് വിട്ട് വലതിലൂടെ ശ്വാസം എടുത്ത് ഇടതിലൂടെ പുറത്ത് വിടാം. 2 റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. തൽക്കാലം വീഡിയോ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു സെറ്റിൽ ചുരുക്കുകയാണ്. നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ 3 or 4 റൗണ്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കപാലഭാതി പ്രാണായാമമാണ്. ഹൃദയ സംബന്ധിയായ പ്രശ്നങ്ങൾ ഉള്ളവരും ഹൈ BP ഉള്ളവരും ചെയ്യരുത്. അവർക്ക് നാഡീശുദ്ധി പ്രാണായാമം വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ശ്വാസം പരമാവധി ഉള്ളിലേക്ക് എടുത്ത് വയറും നെഞ്ചും നിറയ്ക്കുന്നു. ഘട്ടം ഘട്ടമായി ശ്വാസം പുറത്തു വിടുമ്പോൾ വയറിനെ ഉള്ളിലേക്കും പുറത്തേക്കും ചലിപ്പിക്കുന്നു. ബാക്കിയായ ശ്വാസത്തെ പതിയെ പുറത്തേക്ക് വിടാം.
ഭ്രമരി പ്രാണായാമം. ചൂണ്ടുകൾ കൊണ്ട് ചെവിയടച്ചു. ശ്വാസം പരമാവധി ഉള്ളിലേക്കെടുത്തു. ശ്വാസം വിടുമ്പോൾ വണ്ടി മൂളുന്ന ശബ്ദം. ശ്വാസം വിടുന്നതും മൂളുന്നതും ഒരേ സമയം അവസാനിക്കുന്നു. വളരെ ചെറിയ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ശ്വാസം എടുത്തതിൻ്റെയും ശ്വാസം വിട്ട് മൂളിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും സമയം ദീർഘിപ്പിക്കാം. ഇനി നമുക്ക് ബദ്ധകോണാസനം ചെയ്യാം. കാൽ പത്തികൾ ചേർത്ത് വെച്ച് തള്ളവിരലുകൾ ചേർത്ത് പിടിച്ചു. ബാക്ക് സ്ട്രേറ്റ്, ഹെഡ് സ്ട്രേറ്റ്. പതിയെ കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉരവേദന ഉള്ളവർ, ബാക്ക് പെയിൻ ഉള്ളവർ ചെയ്യരുത്. പതിയെ സ്ലോ ഡൗൺ ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യാം. നേരത്തെ പറഞ്ഞു, കിടക്കുമ്പോൾ ഒരിക്കലും നേരെ ബാക്കോട്ട് കിടക്കാൻ പാടില്ല. ചെരിഞ്ഞ് കിടന്ന് അതിനുശേഷം വേണം മറന്ന് കിടക്കാൻ വേണ്ടി. കാലുകളും കൈകളും അകത്തി വെച്ച് ആണുള്ളത്. കൈകൾ തുറന്നിരിക്കുന്നു. ശ്വാസം പരമാവധി ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പരമാവധി വയറിനെ വീർപ്പിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഒന്നുകൂടെ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. സാധാരണ ഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം 2-3 തവണ നടത്തിയതിനു ശേഷം കാലുകൾ പതിയെ ചേർത്ത് വെക്കാം. കാലുകൾ ചേർത്ത് വെച്ചു. കൈകൾ ശരീരത്തോട് ചേർത്ത് അമർത്തി വെച്ചു. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്തുന്നു. വലതുകാൽ നേർരേഖയിൽ, ഇടതുകാലും നേർരേഖയിൽ. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാൽ ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകാൽ താഴ്ത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്തി. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാൽ ഉയർത്തി. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ ഉയർത്തുന്നു. വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുകാൽ ഉയർത്തി. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ശ്വാസം അടുത്തതായിട്ട് 2 കാലും ഒരുമിച്ച് ഉയർത്തുകയാണ്. ബാക്ക് പെയിൻ ഉള്ളവര് ഓരോരോ കാലുകൾ മാത്രം ഉയർത്തിയാൽ മതി. ശ്വാസം എടുക്കുന്നു, കാലുകൾ ഉയർത്തുന്നു. ശ്വാസം വിട്ട് താഴ്ത്തി വയ്ക്കുന്നു. ശ്വാസം എടുത്ത് കാലുകൾ ഉയർത്തി. ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്ത് കാല് ഉയർത്തി. ശ്വാസം വിട്ട് കാല് താഴ്ത്തുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കാലുകൾ വിട്ടുവെച്ച് കൈകൾ വിട്ട് തുറന്നു വെച്ചു. ശ്വാസം പരമാവധി ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം. സാധാരണഗതിയെ ശ്വാസഗതിയിലേക്ക് വരാം.
കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ചേർത്ത് വെച്ച് പതിയെ ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് ഇടതു കൈ തലയണ പോലെ ചേർത്ത് വെച്ച് വലതു കൈ നെഞ്ചിന് മുൻപിൽ കുത്തിവെച്ച് ശരീരത്തിന് സപ്പോർട്ട് കൊടുക്കാം. ശരീരം നേരെ വെക്കുന്നു, നേരെ കിടക്കുന്നു. വലതു കാല് പതിയെ ശ്വാസം എടുത്ത് ഉയർത്തുകയാണ്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. വലതു കൈ കുത്തിവെച്ച് കഴിഞ്ഞാൽ ബോഡി ബാലൻസ് തെറ്റുകയില്ല. ശ്വാസം എടുത്ത് വീണ്ടും ഉയർത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ഒന്നുകൂടെ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്തുവാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റിയില്ലെങ്കിൽ വീണ്ടും പഴയ പോലെ ഓരോരോ കാലുകളായി ചെയ്യാം. ബലം കൊടുക്കരുത്. ശ്വാസം എടുത്ത് ഇരു കാലുകളും ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്ത് ഇരു കാലുകളും ഉയർത്തി, ശ്വാസം വിട്ട് താഴ്ത്തി. ഒന്നുകൂടെ ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ വലതു കൈ തലയണ പോലെ വെച്ച് ഇടതു കൈ നെഞ്ചിന് മുമ്പിലേക്ക് കുത്തിവെക്കാം. ശ്വാസം എടുത്ത് ഇടതു കാൽ ഉയർത്തി, ശ്വാസം വിട്ട് താഴ്ത്തി വെക്കുന്നു. വീണ്ടും ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്ത് ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ഇനി വീണ്ടും കാലുകൾ രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ശ്വാസം എടുത്ത് ഉയർത്തുകയാണ്. ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ടൊന്നുകൂടെ ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഒരുമിച്ച് ഉയർത്തുന്നു, താഴ്ത്തുന്നു. നേരെ കിടക്കാം. കാൽ വിരലുകൾ ചെറുതായി ഇളക്കി കൊടുക്കാം. കാൽ വിരലുകളും കാൽപ്പത്തിയും മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭാഗം മുഴുവനായും ശാന്തമാക്കാം. ശ്രദ്ധ പതിയെ കണങ്കാലിലേക്ക് കൊണ്ടുവരാം. കണങ്കാൽ ഭാഗം മുഴുവനും ശാന്തമാക്കാം. ശ്രദ്ധ പതിയെ തുടഭാഗത്തേക്ക് കൊണ്ടുവരാം. തുടകൾ മുഴുവനായും മനസ്സിൽ കണ്ട് ആ ഭാഗം മുഴുവനായും ശാന്തമാകുന്നതായിട്ട്, റിലാക്സ് ആവുന്നതായിട്ട് സങ്കല്പിക്കാം. ശ്രദ്ധ പതിയെ അരക്കെട്ടിലേക്ക് കൊണ്ടുവന്ന് അരക്കെട്ടിന്റെ എല്ലാ ഭാഗവും പൂർണ്ണമായും റിലാക്സ് ആവുന്നതായിട്ട് സങ്കല്പം കൊടുത്ത് ആ ഭാഗവും പൂർണ്ണമായും ശാന്തമാക്കാം. ശ്രദ്ധ പതിയെ വയറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വയറിന്റെ ഭാഗവും പൂർണ്ണമായും റിലാക്സ് ചെയ്യാം, ശാന്തമാക്കാം. ശ്രദ്ധ പതിയെ നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് നെഞ്ചിന്റെ എല്ലാ ഭാഗവും പതിയെ ശാന്തമാക്കാം. നട്ടെല്ലിന്റെ അടിഭാഗം മുതൽ തോളെല്ല് വരെയുള്ള ഭാഗം, നമ്മുടെ ശരീരത്തിന്റെ പുറം ഭാഗം മനസ്സിൽ കണ്ട് ആ ഭാഗവും പൂർണ്ണമായും ശാന്തമാക്കാം, റിലാക്സ് ചെയ്യാം. അവിടെ നിന്നും നമ്മുടെ എല്ലാ വേദനകളും എല്ലാ ഭാരവും പതിയെ ഭൂമിയിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട്, എല്ലാം നമ്മിൽ നിന്നും ഒഴിവാകുന്നതായിട്ട് സങ്കല്പം കൊടുത്താൽ ആ സങ്കല്പത്തിലൂടെ നമുക്ക് ശരീരത്തിന്റെ പുറം ഭാഗവും പൂർണ്ണമായും റിലാക്സ് ചെയ്യാം.
ശ്രദ്ധ കൈകളിലേക്ക് കൊടുത്ത് കൈകൾ രണ്ടും പൂർണ്ണമായും റിലാക്സ് ചെയ്യാം. തോളെല്ലുകളിലേക്ക് ശ്രദ്ധ കൊടുത്ത് ആ ഭാഗവും മനസ്സിൽ കണ്ട് അവിടം പൂർണ്ണമായും ശാന്തമാക്കാം. നമ്മുടെ കഴുത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് കഴുത്തിന്റെ എല്ലാ ഭാഗവും പതിയെ പതിയെ ശാന്തമാക്കാം. കഴുത്തിലെ പേശികൾ ഓരോന്നും ശാന്തമാവുന്നതായിട്ട് ശ്രദ്ധ കൊടുത്ത് സങ്കല്പം കൊടുത്ത് ആ ഭാഗവും പൂർണ്ണമായും ശാന്തമാക്കാം. മുഖവും തലയും മനസ്സിൽ കണ്ട് ആ ഭാഗവും പൂർണ്ണമായും ശാന്തമാക്കാം. താടി, ചുണ്ടുകള്, മൂക്ക്, കണ്ണുകള്, ചെവികള്, നെറ്റിത്തടം, തലയുടെ ഭാഗം എല്ലാം മനസ്സിൽ കണ്ട് ശാന്തമാക്കാം. ഇപ്പോൾ ശരീരം മുഴുവനും ശാന്തമായി കഴിഞ്ഞ് ഏതെങ്കിലും ഭാഗത്ത് വല്ല അസ്വസ്ഥതയോ വേദനയോ തുടങ്ങുമെങ്കിൽ ആ ഭാഗവും മനസ്സിൽ കണ്ട് ശാന്തമാക്കാം. ശ്രദ്ധ പതിയെ നമ്മുടെ ഹൃദയഭാഗത്തേക്ക് കൊണ്ടുവരാം. ഹൃദയം പറയുന്ന ഹൃദയഭാഗത്ത് ശ്രദ്ധ കൊണ്ടുവന്ന് ആ ഭാഗവും പരിപൂർണമായി ശാന്തമാക്കാം. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ സംഗതികളും അവിടെ നിന്ന് ഒഴിവായി ഹൃദയം ഭാഗം മുഴുവൻ ശാന്തമാകുന്നതായിട്ട് പരിപൂർണമായി വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് ഒരു സങ്കല്പം കൊടുക്കാം. പ്രകൃതിദത്തമായ ഒരു ദൈവികമായ ഒരു എനർജി നമ്മെ ഹൃദയത്തിലേക്ക് ആകർഷിക്കുന്നതായിട്ട് സങ്കല്പം കൊടുത്ത് ആ ഒരു ചിന്തയിൽ കുറച്ചു നേരം വിശ്രമിക്കാം. ശ്വാസം ദീർഘമായി എടുത്ത് പതിയെ പുറത്തുവിടാം. ശ്രദ്ധയെ തിരിച്ച് കൊണ്ടുവരാം. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ചേർത്ത് വെച്ച് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിഞ്ഞ് പതിയെ എഴുന്നേറ്റ് വരാം. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.